നിന്റെ വീട്ടിൽ ഇതുവരെ കാര്യം അറിഞ്ഞിട്ടില്ല. നീ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തും നിന്നെ അന്വേഷിച്ച് പലവട്ടം അമ്മ വക്കീലിനെ വിളിച്ചിരുന്നു. കുറച്ചു ദൂരം ഒരു ഓട്ടം പോയിരിക്കുവാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറെന്ത് പറയും? ഇങ്ങനൊരു അബദ്ധം കാണിച്ചെന്നറിഞ്ഞ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമോ? സച്ചി, കൂടെ പിറപ്പുകൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ സച്ചി ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്ക് സച്ചി. ആ മത്സ്യത്തൊഴിലാളികളെ കണ്ടതുകൊണ്ട് അവർക്ക് സച്ചി രക്ഷിക്കാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താ? വക്കീല് ചോദിച്ചത് നീ എന്താ ഒന്നും പറയാത്തെ? നിനക്കെന്താ മറുപടിയില്ലേ? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല സച്ചി. സച്ചി ചെയ്ത മണ്ടത്തരത്തിന്റെ പിന്നിലെ റിയാലിറ്റി അത് എത്ര ഭീകരമായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചതാ. എന്റെ വക്കീലേ, അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ. തുറയിലെ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിപ്പെട്ടില്ലായിരുന്നെങ്കിലേ ഈ കാറിന് പകരം ഇപ്പോ ചുവന്ന ലൈറ്റ് വിട്ട് കീക്കിന്ന് സൈറിന് മുഴക്കിയിട്ട് ഒരു ആംബുലൻസ് ആയിരിക്കും നിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും വെള്ള പുതച്ച് കിടക്കുന്ന ഇവന്റെ ഇരുവശത്തും നമ്മൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ ഇരുന്നേനെ. ഇവന് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടില് ചത്തുമലന്ന് കിടന്നാ പോരെ. ചങ്ക് പൊട്ടുന്ന മറ്റുള്ളവരല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനെക്കുറിച്ചൊരു വാക്കെങ്ങാനും നീ വീട്ടിൽ പറഞ്ഞ എന്റെ സ്വഭാവം മാറും. അതിന് നീ എന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ടാടാ, പിന്നല്ലാതെ. അവന്റെ ചോദ്യം കേട്ടില്ലേ, ഞാനെന്തിനാ കരയുന്നേന്ന്. ചുറ്റിലും സച്ചി ഓർത്തിങ്ങനെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് സച്ചി എന്താ ഓർക്കാത്തെ? ഇങ്ങനെ തകർന്നു പോകരുത് സച്ചി. എടാ, എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞങ്ങളില്ലേ. അത് മാത്രമല്ലല്ലോ സച്ചി, പ്രതീക്ഷിക്കാൻ ഇപ്പൊ വേറെ ഒരുപാട് കാര്യങ്ങൾ മുന്നിലില്ലേ. താമസിയാതെ ഈ വിഷമങ്ങളൊക്കെ മാറും. അർച്ചനയും കുഞ്ഞും സച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നീ ഇന്നലെ എവിടെയായിരുന്നു അമ്മയും സ്നേഹമൊക്കെ ചോദിക്കുമ്പോ കൊച്ചിയിലോ കോഴിക്കോട്ടൊക്കെ എവിടെയെങ്കിലും ഓട്ടം പോയെന്ന് പറഞ്ഞാൽ മതി. എന്താടാ, എന്താ നിന്റെ മുഖം ഇങ്ങനെ വളർന്നിരിക്കുന്നത്? ഒന്നുമില്ല, അമ്മയ്ക്ക് വെറുതെ തോന്നിയ. അങ്ങനെ വെറുതെ തോന്നുന്നൊന്നുമല്ല, നിന്റെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട്. എന്താടാ പറ്റിയേ? അത് പിന്നെ ഇന്നലെ ഞങ്ങൾ പോയത് അതുപോലൊരു ഓട്ടത്തിനാണല്ലോ, അല്ലേ സച്ചി? ഹോ, എന്തൊരു ലോങ് ട്രിപ്പായിരുന്നു. നേരം വെളുക്കോളം കൊടും തണുപ്പത്ത് ഹിൽ സ്റ്റേഷനിലൂടെ വണ്ടി ഓടിച്ചാ പിന്നെ മുഖം ഇതല്ല, ഇതിനപ്പുറവും ആവും. ഹിൽ സ്റ്റേഷനിലോ? ഇത്ര പെട്ടെന്ന് ഏത് ഹിൽ സ്റ്റേഷനിലാ പോയേ? അത് പിന്നെ ആദ്യം കുളമാവ്, പിന്നെ ആ വഴി മൂന്നാറ്, പിന്നെ അത് കഴിഞ്ഞ് കാന്തല്ലൂര്, അല്ലേ സച്ചി? ഇനി ഇങ്ങനെ രാത്രിയുള്ള ഓട്ടം ഒന്നും വേണ്ട. രാത്രി നീ എങ്ങോട്ടെങ്കിലും പോയാ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മനസ്സമാധാനവും ഇല്ല. അത് പ്രശ്നം വെച്ച് നോക്കിയാലേ നടക്കൂ. ഇനി അതിന്റെ ഒരു കുറവും കൂടിയേ ബാക്കിയുള്ളൂ. അമ്മേ, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ജോത്സ്യന്മാരെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഈ അവസ്ഥയില് സമൃദ്ധ വീണ്ടും ഓരോ ജോത്സ്യന്മാരെ അടുത്ത് കൊണ്ടുപോയി ശ്വാസം മുട്ടിക്കേണ്ട കാര്യമുണ്ടോ? കണ്ട ഓരോരുത്തരുടെയും വാക്ക് കേട്ട് ഓരോ സ്വാമിമാരുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കുന്നത് നിർത്തിയാ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എങ്കിലേ ഈ വീട്ടിലെ സന്തോഷമെങ്കിലും നിലനിൽക്കൂ. ഗൗരിമോള് വളർന്നു വരികയാണെന്നുള്ള ബോധം എല്ലാവർക്കും വേണം. അവളുടെ മനസ്സിൽ കൂടി ഇത്തരം വിശ്വാസങ്ങളൊന്നും ദൈവം ഇത് അടിച്ചേൽപ്പിക്കരുത്. നീ
പഴയ സമൃദ്ധ ആയാ മതി, ഈ പ്രശ്നങ്ങളൊക്കെ തീരും. നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ. പഴയതുപോലെ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഞാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഒന്നിനും സാധിക്കുന്നില്ല. നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഈ ചുവരുകൾക്കുള്ളിൽ എന്നെ തന്നെ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? നീ ഗോകുലിന്റെ ഭാര്യ, ഈ വീടിന്റെ ഐശ്വര്യം. എന്ത് ഐശ്വര്യം? അത് അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ട് വെറുതെ പറയുന്നത്. ഞാൻ കാരണം നിങ്ങൾ എല്ലാവരും ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഗോകുല്. അത് ഓർക്കുമ്പോഴാ ഞാൻ കൂടുതൽ സങ്കടപ്പെടുന്നത്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്കിപ്പോഴും ഒരു രൂപവും അമ്മേ. നിങ്ങളൊക്കെ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വലിയ കുറ്റബോധം പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്യുന്നത് പലതും സത്യസന്ധമല്ല എന്നുള്ള കുറ്റബോധം കൊണ്ട് എനിക്കൊന്ന് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സമൃദ്ധ, പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ മുറിയിലേക്ക് പോയിക്കോട്ടെ. എനിക്ക് കുറച്ച് സമയം ഒന്ന് തനിച്ചിരിക്കണം. ആ ശിവയോഗി എന്തോ ബാധയെ ഇവളുടെ ശരീരത്തിൽ കയറ്റി വിട്ടിട്ടുണ്ടോന്ന് എന്റെ ബലമായ സംശയം. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ? ഓരോ സമയത്തും ഓരോ സ്വഭാവമാ. ചിലപ്പോ ചിരിക്കും, ചിലപ്പോ കരയും. ഇടയ്ക്ക് ഇതുപോലെ ആരും കാണാതെ മുറിയെ അടച്ച് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അമ്മേ, ഇത് ബാധയൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് അവൾക്ക് ഗോകുലിന്റെ ഭാര്യയായി ജീവിക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം.